ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ സാധിക്കാത്തത് വയനാടിന് വെല്ലുവിളിയാണ്. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് 900 കണ്ടി. ഈ പ്രദേശത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത് ഒട്ടനവധി കുടുംബങ്ങളാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ തൊട്ടു പിന്നാലെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവർ 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ. അവരിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ദുരന്തത്തിന് പിന്നാലെ ആദ്യം പാഞ്ഞെത്തിയവരിൽ ഇവരുണ്ട്. 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ. രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം ഇവരിലൂടെയായിരുന്നു. ജീപ്പ് ഡ്രൈവർമാരായിരുന്ന മഹേഷും ബഷീറും ലെനിനും ലത്തീഫും മഹാദുരന്തത്തിന്റെ ഇരകളാണ്. ദുരന്തകാലത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചൂരൽമലയും മുണ്ടക്കൈയും ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളും. പലയിടങ്ങളിലും എസ്റ്റേറ്റുകൾ അടക്കമുള്ള തൊഴിലിടങ്ങൾ തുറന്നു. എന്നിട്ടും 900 കണ്ടി എന്ന ടൂറിസം കേന്ദ്രം തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഇപ്പോൾ എസ്റ്റേറ്റ് തുറന്നു, പ്ലാന്റേഷൻ തുറന്നു, മറ്റുള്ള ഭാഗങ്ങളൊക്കെ തുറന്നു. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇതും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. വളരെ പെട്ടെന്ന് സർക്കാർ സംവിധാനം ഇടപെട്ടിട്ട് ഞങ്ങളെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്കൊരു ജീവിതമാർഗം വളരെ പെട്ടെന്ന് റെഡിയാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദുരന്തത്തിന്റെ പരോക്ഷ ഇരകളാണ് ഈ മനുഷ്യരിൽ പലരും. 300ഓളം ജീപ്പുകൾ ഇവിടെ ഓടുന്നുണ്ട്. ലോണുകളുടെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള ബാധ്യതകളുണ്ട് പലർക്കും. മൊറട്ടോറിയ പരിധിയിൽ ഇവരില്ല. സർക്കാർ സഹായങ്ങളുടെ, സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങളുടെ പരിധിയിലൊന്നും ഇവരില്ല. ഈ പ്രദേശത്തെ ടൂറിസത്തെ ആശ്രയിച്ച് മാത്രം തൊഴിലെടുക്കുന്ന കച്ചവടക്കാർ, റിസോർട്ട് ജീവനക്കാർ, അങ്ങനെ എത്രയോ പേർ പ്രതിസന്ധിയിലാണ്. ജില്ലാ ഭരണകൂടത്തിനും പഞ്ചായത്തിനും MLA-ക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അടിയന്തരമായി ഞങ്ങൾക്കൊരു ജീവിതമാർഗത്തിനുള്ളത് ഉപാധിയായി ഇത് തുറന്നു തരണമെന്ന് ഞങ്ങൾ ഒരുപാട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ട് വയനാട് ജില്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യണമെന്ന് അധികാരി വിഭാഗങ്ങളെല്ലാം പറയുമ്പോഴും ഇത് തുറക്കാനുള്ള നടപടി എടുക്കാതെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രകസനത്തിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് മുതൽ കലക്ടർ വരെ, ടൂറിസം, റവന്യൂ മന്ത്രിമാർ വരെ നിവേദനങ്ങൾ അനവധി നൽകിയിട്ടും നടപടിയില്ലാത്തതിന്റെ നിരാശ ഇവർക്കുണ്ട്. വയനാട് അതിജീവിക്കാൻ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണം. ഉയരുന്ന ആവശ്യം ഇതുമാത്രമാണ്. ഈ നാട് സ്വാഭാവികതയിലേക്ക് മടങ്ങി വരണമെങ്കിൽ 900 കണ്ടി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണം. അതിനുവേണ്ടി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട്ടുകാർക്ക് ഇനി തിരികെ എത്തണമെങ്കിൽ, അതായത് അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഉപാധി എന്ന് പറയുന്നത് പ്രധാന ജീവിതമാർഗം ടൂറിസം തന്നെയാണ്. സാധ്യതകൾ ഇനി ടൂറിസത്തിലാണ്. അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ പതുക്കെ നീക്കി അവരുടെ ജീവിതം പഴയ ട്രാക്കിലേക്ക് വരണം.